നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പയ്യന്നൂരുള്ള എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണുള്ളത്. അപ്പോൾ നമുക്കിനി ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാവേലിയോടൊപ്പം ചോദിച്ചറിയാം, കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. എല്ലാവർക്കും നമസ്കാരം. ഭക്ഷണം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ ഹാപ്പി ഓണം. അഡ്വാൻസ് ചെയ്ത് നല്ല ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. അല്ല, ഒരു മഹാബലി തമ്പുരാൻ വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു ബഹുമാനമൊക്കെ പണ്ട ആളെ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക അല്ലേ? അങ്ങനെയല്ലേ വേണ്ടേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എന്നാലും പഠിപ്പല്ല അങ്ങനെ എന്താ മാവേലിനോട് പറയാനുണ്ടോ? എന്ന് പറയാനുണ്ടോ? ചോദിക്കാനുണ്ടോ മാവേലിനോട്? അല്ല, എന്നാലും എന്തൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കാര്യം എന്തൊക്കെ ഉണ്ടാവും. മയക്കുമരുന്നിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കാറില്ലേ? ഇല്ലേ? MDMA എന്നൊക്കെ കേൾക്കാറില്ല, MBBS എന്നെല്ലാം കേൾക്കാറില്ല. അപ്പോൾ അതിനെതിരെ പോരാടാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണം. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയിരിക്കണം. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അത്യാവശ്യം ബുദ്ധിമുട്ടുന്നവർക്ക് സഹായിക്കാനൊക്കെ ആയിട്ട് പഠിക്കണം. നമ്മുടെ ജോലിയുടെ ഭാഗമായാലും നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായാലും അതൊക്കെ കൂടി നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുക. അപ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിയായി മാറുന്നത്. അപ്പോൾ ഓക്കെ. നമ്മുടെ എയർബോണിന്റെ ഷിജു മോഹൻ സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ മാവേലിയോടൊപ്പം ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ എയർബോൺ എത്ര വർഷമായി? ഏകദേശം 18 വർഷമായി. ഇവിടെ ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ? വേറെ എവിടെയെങ്കിലും ഇതിന്റെ ബ്രാഞ്ച് പള്ളിക്കുളം അത് പുതുതായിട്ട് വരെ പോകണം? അല്ല, ഓൾറെഡി റണ്ണിംഗ് ആണ്. 4-5 വർഷം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്, പയ്യന്നൂരാണ്. ഏകദേശം എത്ര കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 150-400 കുട്ടികൾ. ഇവിടെ വേറെ ഫെസിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? ഇവിടെ തന്നെ നമ്മള് ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ് ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, ഓഡിറ്റ്, കോളേജ് പ്രോഗ്രാംസ് ഒക്കെ ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ്. ഇത്തവണത്തെ ഓണ പരിപാടി എന്തൊക്കെയാണ്? ഓണ പരിപാടി നമ്മൾ 22-ാം തീയതിയാണ് ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത്. സാധാരണ കുട്ടികളെ മത്സരം, കുട്ടികളെ ഒരുപാട് മത്സരങ്ങളുണ്ട്. ഓണസദ്യ, ചെണ്ടമേളം, കമ്പോലി ഗ്രാൻഡായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ വിശാലമായിട്ടുള്ള പരിപാടിയാണ് മാവിൽ നമ്മുടെ എയർബോണിൽ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് 22-ാം തീയതി. അതെ അതെ അതെ, മനസ്സിലായി. നടക്കട്ടെ. ഓണം ദേശീയ ഉത്സവമാണ് അല്ലേ? രാജ്യത്തിൻ്റെ ഏതെല്ലാം മുക്കിലും മൂലയിലും മലയാളികളുണ്ടോ അവരവിടെ വെച്ച് അവരുടേതായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കും. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കും. അപ്പം ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. ഒരുപാട് സന്തോഷം. കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എയർബോൺ കോളേജിന്റെയും എന്റെയും പേര് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എയർബോണിലെ പ്രിയപ്പെട്ട ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ഒക്കെ ഓരോ ഭാഗത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. നമസ്കാരം. മാവേലി കണ്ടെടുത്ത് ചോദിക്കാനോ പറയാനുണ്ടോ? ഒന്നുമില്ല. മാവേലിക്ക് നല്ല വിശേഷം. നിങ്ങളെ വിശേഷം പറ. സന്തോഷമായിട്ട് പോകുന്നു എല്ലാവരും. അപ്പൊ അത്രയും ഉണ്ട്. മാവേലിയെ കുറിച്ച് 2 പിന്നെ പാട്ടില്ലേ? മാവേലി നാട് പാടും. ഒന്ന് പാടി. ടീച്ചേഴ്സ് ഒന്ന് പാട്ടെ. റെഡി? മാവേലി എടുത്തോട്ടെ. 1, 2, 3, 4. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. കള്ളവും കള്ളവുമില്ല, ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം. അതാണ് എല്ലോളമില്ല പൊളിവചനം. കള്ളമൊന്നുമില്ല. മാവേലിക്ക് എന്തെങ്കിലും കള്ളത്തിനുണ്ടാ? അതായത് ഇപ്പൊ പിന്നെ മേഡത്തിന്റെ സ്വർണ്ണം ഇവിടെ വീണ് മേഡം പോയി 2-3 ആഴ്ച കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് വരുമ്പോ മഹാബലിയുടെ ഭരണം അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ വീകൊന്നും വേണ്ട അല്ലേ? പോകുമ്പോ തന്നെ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. കൊടുക്കുന്നവരുണ്ട്. മാവേലിയുടെ ഈ ആഭരണങ്ങൾ ഒറിജിനലാണ്. പക്ഷെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ CCTV ക്യാമറ ഒക്കെ ഉണ്ട് മാവേലിന്റെ കൂടെ. അതിൽ ആരും അടിച്ചു മാറ്റി കിട്ടാൻ 916 നോട്ടോടെ പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണോ? എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം.
Harbor!